ക്രിസ്തുവിന് എതിരെ അല്ലെങ്കിൽ പകരം എന്നർത്ഥമാക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്ന പദം വന്നിരിക്കുന്നത്. ഇത് പിൻവരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരാളെയും അർത്ഥമാക്കുന്നു. 1. യേശു ക്രിസ്തുവാണെന്നും മിശിഹ ദൈവപുത്രനാണെന്നുമുള്ള വസ്തുത നിഷേധിക്കുന്നവർ. 1 യോഹന്നാൻ 2:22 പറയുന്നത്, യേശുവാണ് ക്രിസ്തുവെന്ന് അംഗീകരിക്കാത്തവനല്ലാതെ മറ്റാരാണ് നുണയൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ് ക്രിസ്തുവിരുദ്ധൻ എന്നു പറയുന്നു. 2. ദൈവത്തിന്റെ അഭിഷിക്തനായ ക്രിസ്തുവിനെ എതിർക്കുന്നവർ. ലൂക്കോസ് 11:23 ഇങ്ങനെ വായിക്കുന്നു, എന്റെ പക്ഷത്ത് നിൽക്കാത്തവനെല്ലാം എനിക്ക് എതിരാണ്. എന്റെ കൂടെ നിന്ന് ശേഖരിക്കാത്തവൻ വാസ്തവത്തിൽ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. 3. തങ്ങൾ ക്രിസ്തുവാണെന്ന് നടിക്കുന്നവർ. മത്തായി 24:24 പറയുന്നത്, കാരണം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തിരഞ്ഞെടുത്തിരിക്കുന്നവരെപ്പോലും വഴിതെറ്റിക്കാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്നു പറയുന്നു. 4. ക്രിസ്തുവിന്റെ അനുഗാമികളെ പീഡിപ്പിക്കുന്നവർ. കാരണം അവരെ പീഡിപ്പിക്കുന്നവർ തന്നെ പീഡിപ്പിക്കുന്നതായി യേശു കണക്കാക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 9:5 ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ, അങ്ങ് ആരാണെന്ന് ശൗൽ ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് മറുപടി പറഞ്ഞു. 5. അധർമ്മം പ്രവർത്തിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ക്രിസ്ത്യാനികളെന്ന് വ്യാജമായി അവകാശപ്പെടുന്നവർ. മത്തായി 7:22-23 വായിക്കുന്നത്, ആ ദിവസം പലരുമെന്നോട് ഇങ്ങനെ ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിച്ചില്ലേ? അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? അങ്ങയുടെ നാമത്തിൽ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചില്ലേ? എന്നാൽ ഞാൻ അവരോട്, എനിക്കു നിങ്ങളെ അറിയില്ല, ധിക്കാരികളെ, എന്റെ അടുത്തുനിന്ന് പോകൂ എന്ന് തീർത്തു പറയും. തുടർന്ന് 2 കൊരിന്ത്യർ 11:13 കാണാൻ കഴിയുന്നത്, കാരണം അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി ആൾമാരട്ടം നടത്തുന്ന കള്ള അപ്പോസ്തലന്മാരും വഞ്ചകരുമാണ് എന്നു പറയുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരെ വ്യക്തിപരമായി എതിർ ക്രിസ്തു എന്നു പരാമർശിക്കുന്നത് കൂടാതെ ഇവരെ മൊത്തത്തിൽ പരാമർശിക്കാനും എതിർ ക്രിസ്തു എന്ന ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്താണ് എതിർ ക്രിസ്തു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അന്നുമുതൽ ഇക്കൂട്ടർ സ്ഥിതി ചെയ്യുന്നു. അക്കാര്യം ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 4:3 പറയുന്നത്, യേശുവിനെ അംഗീകരിക്കാത്ത പ്രസ്താവനകൾ ദൈവത്തിൽ നിന്നല്ല, അവ എതിർ ക്രിസ്തുവിൽ നിന്നുള്ളതാണ്. അവർ അത്തരം പ്രസ്താവനകൾ നടത്തുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവ ഇപ്പോൾ തന്നെ ലോകത്തുണ്ട്. ഇനി നമുക്ക് എതിർ ക്രിസ്തുക്കളെ എങ്ങനെ തിരിച്ചറിയാം? എതിർ ക്രിസ്തുക്കൾ യേശുവിനെക്കുറിച്ച് തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, യേശു ഒരു ത്രിത്വത്തിന്റെ ഭാഗമാണെന്നോ സർവശക്തനായ ദൈവമാണെന്നോ അവർ പഠിപ്പിക്കുന്നു. ഇതിലൂടെ അവർ യഥാർത്ഥത്തിൽ യേശുവിനെ എതിർക്കുകയാണ്. കാരണം യോഹന്നാൻ 14:28 പറയുന്നത്, ഞാനിപ്പോൾ പോയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും എന്നു പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പിതാവിന്റെ അടുത്തു പോകുന്നതോർത്ത് നിങ്ങൾ സന്തോഷിക്കും. കാരണം പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു എന്നു പറയുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനവിധയെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് എതിർ ക്രിസ്തുക്കൾ തള്ളിക്കളയുന്നു. ദൃഷ്ടാന്തത്തിന്, ക്രിസ്തു പ്രവർത്തിക്കുന്നത് മനുഷ്യ ഗവൺമെന്റിലൂടെ ആയിരിക്കുമെന്നാണ് ചില മതനേതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഉപദേശം എന്റെ രാജ്യം ഈ ലോകത്തിന്റെ ഭാഗമല്ല എന്ന് യേശു പറഞ്ഞതിന് വിപരീതമാണ്. യേശുവാണ് തങ്ങളുടെ ദൈവമെന്ന് അവർ പറയുന്നു. എന്നാൽ അവർ അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കൂട്ടാകുന്നില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്ന കൽപ്പനയും ഇതിൽ ഉൾപ്പെടുന്നു.